إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. സ്നേഹാദരണീയരായ വിശ്വാസികളെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവൻ്റെ യഥാർത്ഥ ദാസന്മാരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി പ്രവാചകന്മാരുടെ തട്ടകമായ, അതുപോലെ തന്നെ ലോകത്തെ തീർത്ഥാടന കേന്ദ്രമായി അനുവദിക്കപ്പെട്ട മൂന്നാമത്തെ പള്ളിയായ മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന, ലോകത്ത് രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട പള്ളിയായ മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ഫലസ്തീനിലെ ഗസ ഇന്ന് കത്തിയമരുകയാണ്. ഗസയിലെ നാട്ടുകാരായ ആളുകളെ, ആബാലവൃദ്ധം ജനങ്ങളെയും ഒന്നുമില്ല അവിടെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ ആ നാട്ടിൽ നിന്ന് അട്ടിയോടിക്കുന്നു, അല്ലെങ്കിൽ അവരെ തടവറകളിൽ അകപ്പെട്ട് കടുത്ത പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിൽ മുസ്ലിം ലോകത്തെ മാത്രമല്ല മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരെയും ഞെട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇന്ന് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത രൂപത്തിൽ ഏതാണ്ട് 22ഓളം ലക്ഷം വരുന്ന മനുഷ്യർ അവിടെ നരക തുല്യമായ യാതന അനുഭവിക്കുകയാണ്.
എല്ലാ ദിവസവും രാവിലെ പത്രമാധ്യമങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ദൃശ്യശ്രവ്യ മീഡിയകളെടുത്ത് പരിശോധിച്ചാൽ കരളലിയിക്കുന്ന, കണ്ണു നനയിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ഗസയിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സത്യവിശ്വാസികളായ നമ്മളൊക്കെ ഈയൊരു പ്രയാസകരമായ അവസ്ഥയിൽ മനം നൊന്ത് കഴിയുമ്പോൾ, നിസ്സഹായ അവസ്ഥയിൽ നിരാലംബരാണ് എന്ന തോന്നലൊക്കെ നമുക്ക് വന്നു കൂടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ സത്യവിശ്വാസികൾക്ക് ചെയ്യാനുള്ളത് എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന സർവശക്തനായ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ആയുധം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലെ, ഗസയിലെ നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധക്കെടുതിയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, പട്ടിണിയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി അവർക്ക് വിജയവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ തകർത്തുകൊണ്ടിരിക്കുന്ന ദുശക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഥിലമാക്കുകയും ദുർബലമാക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതീക്ഷയോടെ പ്രാർത്ഥന നിർഭരായി കഴിയുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല, ഒരു പുതിയ സംഭവവുമല്ല. ഇതൊക്കെ ഒരുപാട് കാലങ്ങളായി അനുഭവിച്ചു വരുന്നുണ്ട്. പല സന്ദർഭങ്ങളിലായി അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ കഥകളൊക്കെ വിശുദ്ധ ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരുപാട് ഘട്ടങ്ങൾ മുസ്ലിം ഉമ്മത്തിനുണ്ടായിട്ടുണ്ട്. ലോകത്ത് ഇന്നേ വരെ ഒരു ജനതയും അനുഭവിക്കാത്ത രൂപത്തിലുള്ള പീഡനങ്ങളാണ് മംഗോളിയക്കാരുടെ അധിനിവേശ കാലത്ത് ഇസ്ലാമും മുസ്ലിങ്ങളും അനുഭവിച്ചത്. 1206 ചെങ്കിസ് ഖാൻ കിരീടധാരണം നടത്തുന്നത്. അതിനുശേഷം 1218 ചെങ്കിസ് ഖാന്റെ പട്ടാളം മുസ്ലിം രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടത്തുകയുണ്ടായി. പിന്നീട് അവർ നടത്തിയ നരനായാട്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്തതായിരുന്നു. ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം. നിഷാപൂർ എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്ന് തന്നെ 17,47,000 ആളുകളെയാണ് കൊന്നൊടുക്കിയത്. ബഗ്ദാദിൽ 16 ലക്ഷത്തോളം ആളുകളെ അന്ന് കൊന്നൊടുക്കിയിട്ടുണ്ട്. ഹീര എന്ന് പറയുന്ന രാജ്യത്ത്, 16 ലക്ഷത്തോളം ആളുകൾ അവിടെയും അന്ന് ചെങ്കിസ് ഖാൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. സമർക്കന്ദിൽ 9.5 ലക്ഷം മനുഷ്യരെയാണ് അന്ന് കൊന്നൊടുക്കിയത്. മർവിൽ അന്ന് 7 ലക്ഷം ആളുകളെന്നു. അലപ്പോയിലടക്കമുള്ള മുസ്ലിം പ്രദേശങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി കൊന്നൊടുക്കിക്കൊണ്ട് നടത്തിയ ചെങ്കിസ് ഖാന്റെ പട്ടാള പടയോട്ടം, ആ പടയോട്ടം ഏൽപ്പിച്ച ആഘാതം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. ലോകത്തിന്റെ രത്നം എന്നറിയപ്പെട്ടിരുന്ന അന്നത്തെ ബഗ്ദാദ് നശിപ്പിക്കപ്പെട്ടു. സംസ്കാര സമ്പന്നമായ രാജ്യമായിരുന്നു അത് ബഗ്ദാദ്. യൂഫ്രട്ടീസും ടൈഗ്രീസും അന്ന് മനുഷ്യ രക്തം കൊണ്ട് ചുവന്നൊഴുകി എന്ന് മാത്രമല്ല, മനുഷ്യ കബന്ധങ്ങൾ കൊണ്ട് അത് നിറഞ്ഞൊഴുകി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലോകപ്രശസ്ത ഗ്രന്ഥാലയം അന്നുണ്ടായിരുന്നത് ബഗ്ദാദിലാണ്. അത് ചുട്ടിച്ചാമ്പലാക്കപ്പെട്ടു. സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് വിധേയരായി. ഇങ്ങനെ വല്ലാത്ത ഒരു അക്രമമായിരുന്നു ചെങ്കിസ് ഖാന്റെ പടയോട്ടം. നമുക്കൊക്കെ അറിയാം, ആധുനിക ചരിത്രമാണ്. അങ്ങനെ മൃഗങ്ങളെ പോലും അറക്കുന്നത് പോലും നിരോധിച്ചെന്ന് മാത്രമല്ല, ശേലാകർമ്മം ചെയ്യാൻ പോലും പാടില്ല എന്നുള്ള രാജകൽപ്പനകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ തകർക്കാൻ ശ്രമിച്ചിരുന്നു. ആ പീഡന പർവ്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥനയില്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. മംഗോളിയക്കാർ അവരുടെ ഭരണം
അന്ന് അത്രയും ഭയാനകമായിരുന്നു, അത്രയും അജയ്യമായിരുന്നു, തകർക്കാനാവാത്തതായിരുന്നു അന്ന് താർത്താരികളുടെ ഭരണം. എന്നിട്ട് നിന്നൊന്ന് പറയാൻ പോലും അന്ന് ലോകത്ത് ആർക്കും കഴിയുമായിരുന്നില്ല, ധൈര്യമുണ്ടായിരുന്നില്ല. ഈ താർത്താരികളുടെ ചരിത്രഗതി മാറുന്ന ഒരു രംഗമുണ്ട്. അതേ താർത്താരികളുടെ രാജകൊട്ടാരത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു രാജകുമാരൻ പിൽക്കാലത്ത് യാദൃശ്ചികമായ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള സംഭവത്തിലൂടെ ഇസ്ലാം ആശ്ലേഷിക്കുകയും പിന്നീട് അതിന്റെ പിന്മുറക്കാരായ ആളുകൾ ഇസ്ലാമിക ഭരണം നടത്തുകയും ഇസ്ലാം ഔദ്യോഗിക മതമായി മാറുകയും ചെയ്ത രംഗം ചരിത്രത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ചെങ്കിസ് ഖാന്റെ മൂത്ത മകനായ ജോച്ചി ഖാന്റെ മകനായ ബർഖാ ഖാൻ പടയോട്ടത്തിന് ഇടയിൽ യാദൃശ്ചികമായ ഒരു സഹോദരനെ കാണുകയാണ്. ബുഖാറയിൽ നിന്ന് വരുന്ന ഷെയ്ഖ് ജമാലുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതനൊന്നുമല്ല അദ്ദേഹം, ഒരു പടനായകനോ സൈന്യാധിപനോ ഒന്നുമല്ല, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ആ ഷെയ്ഖ് ജമാലുദ്ദീനെ കണ്ട് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ഇടപെടലാണ് അതിന് കാരണമായതെന്നാണ്. ബർഖാ ഖാന്റെ നായാട്ടിൽ നിശ്ചയിച്ചിരുന്ന അതിർത്തിയിലൂടെ ഷെയ്ഖ് ജമാലുദ്ദീൻ വഴിപോയി എന്നതാണ് കാരണം. അപ്പോൾ രാജകിങ്കന്മാർ അയാളെ പിടിച്ചുകൊണ്ട് രാജകുമാരന്റെ സന്നിധിയിൽ ഹാജരാക്കി. അദ്ദേഹം കടുത്ത ദേഷ്യത്തോടു കൂടിയാണ് ജമാലുദ്ദീനെ അന്ന് അഭിസംബോധന ചെയ്തത്. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല, അയാൾക്ക് നായാട്ട് നിശ്ചയിച്ചിരുന്ന പ്രദേശത്തൂടെ മൂപ്പര് പൊഴിയുന്ന. അപ്പൊ അദ്ദേഹം പറഞ്ഞ വർത്താനം, ഞാനിതൊന്നും അറിയില്ല, ഞാനൊരു പേർഷ്യക്കാരനാണ്. പേർഷ്യക്കാരൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അപ്പൊ നിങ്ങളൊരു നായയുടെ വില പോലും ഇല്ലാത്ത മനുഷ്യന്മാരല്ലേ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ശരിയാ, യഥാർത്ഥമായ ശരിയായ വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളെല്ലാം നായയേക്കാൾ അധപ്പതിച്ചവരായിരുന്നു. ഇപ്പോഴുള്ള എന്റെ വിശ്വാസത്തിൽ തകരാറൊന്നുമില്ലാതെ ഞങ്ങൾ മരിക്കുകയാണ് എങ്കിൽ നായയേക്കാളൊക്കെ എത്രയോ ഉന്നതന്മാരായിട്ടാണ് ഞങ്ങൾ ഈ ലോകത്തോട് വിട പറയുക എന്ന് പറഞ്ഞ ആ വർത്തമാനം ബർഖാ ഖാന്റെ, ചെങ്കിസ് ഖാന്റെ പൗത്രന്റെ ഹൃദയത്തിൽ തട്ടി എന്നാണ്. അവിടെ വെച്ച് അദ്ദേഹം പിന്നീട് നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹവുമായി സംഭാഷണം നടത്തുകയുണ്ടായി. നടത്തിയപ്പോഴാണ് അദ്ദേഹം ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്, പരിചയപ്പെടുന്നത്. അദ്ദേഹം പിന്നീട് 5 വർഷക്കാലം കിരീടധാരണത്തിന് സമയമുള്ളപ്പോഴാണ് ഇത് നടക്കുന്നത്. ആ 5 വർഷത്തിന് ശേഷം സമ്പൂർണമായി അദ്ദേഹത്തിന്റെ മകൻ, ജമാലുദ്ദീന്റെ മകനായ റഷീദുദ്ദീനെ വിളിച്ചുകൊണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുകയും പിന്നീട് ആ താർത്താരികളുടെ അവശേഷിക്കുന്ന 2 സുവർണ ടീം എന്നല്ല പറയുന്ന 2 ടീമുകളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ 2 പ്രദേശങ്ങളും ആ 2 സാമ്രാജ്യവും ഇസ്ലാമിന് അധീനമാവുകയും ചെയ്ത രംഗം എന്ന് പറഞ്ഞാൽ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിനെ തകർക്കാൻ, രാജ്യങ്ങളെ നശിപ്പിക്കാൻ ഇറങ്ങിയിരുന്ന താർത്താരികളുടെ രാജകൊട്ടാരത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ സംരക്ഷകരും അതിന്റെ പ്രബോധകരുമായി മാറുന്ന അവസ്ഥയാണ്. ബർഖാ ഖാൻ ഇസ്ലാം ആശ്ലേഷിക്കുന്നതോടുകൂടി ചരിത്രത്തിന്റെ ഗതി ഇങ്ങനെ മാറി വരും. ഇപ്പോഴത്തെ ഫലസ്തീനിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് നമ്മളൊക്കെ പ്രയാസപ്പെടുകയാണ്. കാരണം ഒരു പരിഹാരം ഉണ്ടാവുകയില്ല എന്ന നിരാശയിൽ കഴിയുകയാണ്. കാരണം ലോകത്തുള്ള എല്ലാ ശക്തികളും, വൻ ശക്തികൾ, ലോകത്തെ നിമിഷനേരം കൊണ്ട് ചുട്ടു ചാമ്പലാക്കുവാൻ പറ്റിയ ആയുധശേഷിയുള്ള ആ സാമ്രാജ്യത്വ ശക്തികളൊക്കെ തന്നെയും ഈ ഫലസ്തീനിനെയും അതുവഴി ഇസ്ലാമിന്റെ അടയാളങ്ങളെയും ഷിആറുകളെയും ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള പവിത്രമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളെയും നശിപ്പിക്കുകയോ മലിനമാക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മുസ്ലിം ഉമ്മത്ത് അന്ന് ചെങ്കിസ് ഖാന്റെ പട്ടാളത്തിന്റെ മുന്നിൽ നിസ്സഹായരായി കഴിയുന്ന ഒരവസ്ഥയിലൂടെ കഴിയുമ്പോൾ ആ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതീക്ഷയോടെ പ്രാർത്ഥനാ നിർഭരായി കഴിയണം എന്നതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതേ ആധുനിക ചരിത്രമാണെങ്കിൽ വിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നില്ലേ? ഇതുപോലെ തന്നെയാണ് ഫറോവ എന്ന് പറയുന്ന ഭരണാധികാരി, ഈജിപ്ത് ഭരിച്ചിരുന്ന കിബുത്തി വംശജനായ ഫറോവ ഭരണാധികാരിയുടെ കിരാതമായ പ്രവർത്തനം
ഇതേ ബനൂ ഇസ്രായേലിന്റെ പൂർവികന്മാരെന്ന് അവകാശപ്പെടുന്ന ആ ഇസ്രായേൽ സമൂഹത്തെ അതിനിഷ്ഠൂരമായി മർദ്ദിക്കുകയാണ്. അവരൊരു ആൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നൊടുക്കുകയാണ്. കടുത്ത പീഡനങ്ങൾക്ക് വിധേയമാക്കുകയാണ്. അങ്ങനെ ആ ഇസ്രായേൽ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫറോവയുടെ രാജകൊട്ടാരത്തിലാണ് മൂസ അലൈഹിസ്സലാം കുഞ്ഞുനാളിൽ എത്തിപ്പെടുന്നത്. ആ രാജകൊട്ടാരത്തിൽ നിന്ന് വളർന്നു വന്നിട്ട അതേ മൂസയാണ് ആ ഫറോവ രാജവംശത്തെ പിഴുതെറിയുന്നത്. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِنْ رَبِّكُمْ عَظِيمٌ. വിശുദ്ധ ഖുർആൻ ആ സംഭവം ഒരുപാടിടങ്ങളിൽ പറയുന്നുണ്ട്. ബഖറയിൽ അല്ലാഹു പറയുകയാണ്, വഇദ് നജൈനാകും മിൻ ആലി ഫിർഔൻ, ഫിർഔനിന്റെ കൂട്ടരിൽ നിന്നും നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം സ്മരണീയമാണ്. വഇദ് നജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. നിങ്ങൾക്ക് കടുത്ത ശിക്ഷ വരുത്തി വെക്കുകയാണ് അവർ. നിങ്ങളുടെ ആൺകുട്ടികളെ കൊല്ലുകയും പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ നിങ്ങളെ കടുത്ത പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം. എങ്ങനെയാ രക്ഷപ്പെടുത്തിയത്? ആരെയാണ് അതിന് രക്ഷപ്പെടുത്താൻ നിമിത്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്? അതേ രാജകൊട്ടാരത്തിൽ ജനിച്ചത് പറയാ. അവിടെ മുലകുടി പ്രായത്തിൽ തന്നെ രാജകൊട്ടാരത്തിൽ എത്തുന്ന മൂസ എന്ന് പറയുന്ന രാജാവിന്റെ പരിലാളനയേറ്റ് വളർന്നിരുന്ന, രാജകുമാരിയുടെ സ്നേഹഭാചനമായി വളർന്നിരുന്ന മഹാനായ മൂസ അലൈഹിസ്സലാം യുവാവായപ്പോൾ ആ തിന്മയ്ക്കെതിരെ, ഫറോവയുടെ ഈ കിരാതമായ ഭരണത്തിനെതിരെ, ബനൂ ഇസ്രായേലുകളെ അടിച്ചമർത്തുന്നതിനെതിരെ ശബ്ദമുയർത്തി ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന മഹത്തായ കലിമത്തു തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശവുമായി ഇറങ്ങിത്തിരിച്ച് ആ മൂസ അലൈഹിസ്സലാം നിമിത്തമാണ് ബനൂ ഇസ്രായേൽ അവിടെ, അല്ലെങ്കിൽ ഈ ഫറോവ രാജകുടുംബവും ആ കിബ്തി വംശവും ഒക്കെ അവിടെ അവസാനിക്കുന്നത്. ഇത് ചരിത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇവരെ ചരിത്രഗതികൾ മാറിയിട്ടുണ്ട്, ഒരുപാട് ഘട്ടങ്ങളിലായി മാറിയിട്ടുണ്ട്. പിന്നീട് മൂസ അലൈഹിസ്സലാം ഈ ഫലസ്തീൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്ന രംഗങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ സമൂഹം അതിന് വിമുഖത കാണിച്ച കഥയുമുണ്ട്. പിന്നീട് ആ ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് സമ്പൂർണമായി അധിനിവേശത്തിൽ വരിക, സമ്പൂർണമായി മുസ്ലിങ്ങൾ അധീനതയിൽ വരികയാണ്. അങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് അവസാനം ഏറ്റവും വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് 1948 ഇസ്രായേൽ രാജ്യം അനധികൃതമായി അന്നത്തെ ബ്രിട്ടീഷ് അടക്കമുള്ള ലോകരാജ്യങ്ങളിൽ ഒത്താശയോടെ നിലവിൽ വന്നു. അവിടുന്ന് പിന്നീട് അവർ ഫലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ അധിനിവേശം നടത്തി, അക്രമങ്ങൾ അയച്ചുവിട്ടു. അവസാനം 2 തുരുത്തുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. അതൊന്ന് ഗസയാണ്, ഒന്ന് വെസ്റ്റ് ബാങ്കാണ്. ആ 2 തുരുത്തുകൾ മാത്രം അവശേഷിക്കുമ്പോൾ അവിടെ നിന്നും അവരെ തകർക്കുവാൻ വേണ്ടിയും മാറ്റിയോടിക്കുവാൻ വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വർത്തമാനകാല ഫറോവമാർ. പുതിയ കാലഘട്ടത്തിലെ ചെങ്കിസ് ഖാൻമാർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മോശമായ നീതിയുടെ ഒരംശം പോലും തരിമ്പ് പോലുമില്ലേ എന്ന് സംശയിച്ചു പോകുമാറുള്ള പ്രസ്താവനകൾ. അത് നല്ല റിയൽ എസ്റ്റേറ്റിന് പറ്റിയതാണ് എന്ന് ഇന്നത്തെ പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞില്ലേ നമ്മൾ. ആ രാജ്യത്തിന്റെ ഇസ്രായേലിലെ ഭരണാധികാരി പറയുക റിയൽ എസ്റ്റേറ്റ് പറ്റിയതാണ് എന്ന്. സാമ്രാജ്യത്വ ശക്തിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ പറയുന്ന അടുത്ത കാലത്തായി പറഞ്ഞത് എന്താ? നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ് എന്ന്. നിങ്ങൾ നോക്കൂ, ഒരു രാജ്യത്ത് ജനിച്ച് ജീവിച്ച് വളരുന്ന സമൂഹം ആ നാട്ടിൽ നിന്ന് നാട്ടിയോടിപ്പിച്ച് അത് വേറൊരു രാജ്യക്കാരൻ വന്നിട്ട് ഇത് നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായി എന്ന് പറയുകയും അവരെ ക്രൂരമായി ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നാം ഇന്ന് കാണുന്നത്. ഗസ എന്ന് പറയുന്നത് നമുക്കറിയാം, കേവലം 41 കിലോമീറ്റർ മാത്രം നീളവും ഒരു 10-12 കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഒരു കൊച്ചു പ്രദേശം. 23 ലക്ഷം മനുഷ്യരാണ് അവിടെ ജീവിക്കുന്നത്. ഏതാണ്ട് 60,000-ത്തിലധികം അതിന് കൊന്നു തീർത്തു അല്ലെ. ആ പ്രദേശത്ത് നിരന്തരമായ അശാന്തി പടർത്തി, ബോംബുകൾ വർഷിച്ചു, അതിനെ തകർത്തു. അവസാനം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ നമുക്കറിയാലോ. ഇപ്പോൾ ആ രാജ്യം കൈവശം വെക്കാൻ വേണ്ടി പോവുകയാ, ആ നാട് കൈവശം വെക്കാൻ വേണ്ടി പോവുകയാ.
അങ്ങനെ ഈ സമൂഹത്തിൽ നിന്നും എന്നേക്കുമായി ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ഷിയാറുകള് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, ഗൂഢമായ ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ സഹോദരന്മാർ അവരെ പോരാടുന്നത്, അതിനുവേണ്ടി അവർ മരിച്ചു വീഴുന്നത്. നിങ്ങൾ ഓർക്കുക, ആ ഘട്ടത്തിൽ പോലും, പട്ടിണിയുടെ ഘട്ടത്തിൽ പോലും അവർ പറയുന്നത് എന്താ? അല്ലാഹു അക്ബർ എന്ന മഹത്തായ മുദ്രാവാക്യമാണ്. അവര് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വരുമ്പോഴും അവർ ഉയർത്തുന്ന മുദ്രാവാക്യം, അവരുടെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന. കൽക്കൂമ്പാരങ്ങൾക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് അവർ പറയുന്നത് ഹസ്ബുനല്ലാഹ് എന്ന. ഈ മഹത്തായ പ്രയോഗങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ആദർശത്തിന്റെ പ്രയോഗങ്ങളാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഖുർആൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഈ ലോകത്തും പരലോകത്തും സുസ്ഥിരമായ വാക്കുകൊണ്ട് സത്യവിശ്വാസികളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യത്തിന്റെ വാക്ക്, അല്ലാഹു അക്ബർ എന്ന സത്യത്തിന്റെ വാക്ക്, ഹസ്ബുനല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ പ്രതീക്ഷയുടെ വാക്ക്. ആ വാക്കുകൾ ഉരുവിടുന്നതായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അക്രമകാരികളെ അല്ലാഹു ദുർമാർഗത്തിലാക്കുകയും ചെയ്യും. അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നത് എന്തോ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമൂഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ നോക്ക്, പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഈ കിരാതമായ പട്ടിണിയുടെ കൊലകളായി മാറുന്ന ഈ കിരാതമായ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബുനല്ലാഹ് എന്ന് പറയുന്ന മഹത്തായ ആദർശത്തിന്റെ ആളുകളായി മാറുകയാണ്. നമ്മൾ വിചാരിക്കണ്ട ഫലസ്തീനിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായം ചെന്നവരുമൊക്കെ വെറുതെ അങ്ങ് മരിച്ചു വീഴുകയാണ് എന്ന്. വെറുതെ അങ്ങ് മരിച്ചു വീഴുകയാണെന്ന് വിചാരിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരലോകത്ത് അവരെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്ന മനോഹരമായ ചില രംഗങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ, ഇവിടെ ഇറങ്ങി ഇവിടെ ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു വാർത്ത കാണുകയാണ്. നാളെ മഹ്ശറയിൽ ലോകം മുഴുവൻ ഗസയുടെ മക്കളോട് കേഴുന്ന രംഗമുണ്ട്. കയ്യിലൊരു ബോർഡ് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന ഗസയിലെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഈ ലോകത്തോട് പറയും, അവരോട് നമ്മൾ കെഞ്ചും, ഈ ഭയാനകമായ അവസ്ഥയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമെന്ന ആലങ്കാരികമാണെങ്കിലുമുള്ള ആ ഒരു പ്രയോഗം നമ്മുടെ ഹൃദയത്തിൽ തട്ടേണ്ടതാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹു നമ്മോട് പറയുക, തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടതാണ് അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുക. അതൊരു നല്ല കച്ചവടമാ. ഇഹത്തിൽ നിങ്ങൾക്ക് സ്ഥൈര്യം നൽകുന്ന, പരലോകത്ത് നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറച്ചു നിർത്തപ്പെടുന്ന ആ ഒരു ആദർശമാണത്. അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സമ്പത്തുകൾ കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത്. ഈ ഒരു കച്ചവടമായിട്ടുള്ള പറയുക, നഷ്ടമില്ലാത്ത കച്ചവടം എന്നിട്ടല്ല പറയുകയാണ്. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സമ്പത്തുകൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ അല്ലാഹു തരുന്നതെന്നറിയോ? യഗ്ഫിറു ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ വമസാകിൻ ത്വയ്യിബത്തൻ ഫീ ജന്നാത്തി അദൻ, നിങ്ങൾക്ക് താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പിലും സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗത്തോപ്പുകളിലും ആ വിശിഷ്ടമായ വസതികളിലും നിങ്ങൾ അവൻ പ്രവേശിപ്പിക്കും. അതാണ് മഹത്തായ വിജയം. മഹത്തായ വിജയം അതാണ് ഏറ്റവും വമ്പിച്ചത്. ഒന്നതാണ്. രണ്ടാമതെന്ന് പറയുന്നു, നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോ സഹോദരന്മാരെ, സഹോദരികളെ,
വഉഖറാ തുഹിബ്ബൂനഹാ നസ്റും മിനല്ലാഹി വഫതുഹും ഖരീബ്. വഉഖറാ തുഹിബ്ബൂനഹാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഷയവും കൂടിയുണ്ട്. വഉഖറാ തുഹിബ്ബൂനഹാ, എന്നാണെന്നറിയോ? നസ്റും മിനല്ലാഹ് വഫതുഹും ഖരീബ്, അല്ലാഹുവിൽ നിന്നുള്ള സഹായം, ഏറ്റവും സമീപസ്ഥമായ വിജയം, അതാണ് നിങ്ങൾക്ക് നൽകുന്നത്. അല്ലാഹുവിൽ നിന്നുള്ള സഹായവും ആസന്നമായ വിജയവും. നസ്റും മിനല്ലാഹി വഫതുഹും ഖരീബ്. എന്നിട്ട് അല്ലാഹു പറയുക, പ്രവാചകരെ, വബശ്ശിരിസ് മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഈ സന്തോഷ വാർത്ത അറിയിക്കുക, ഈ സന്തോഷ വാർത്ത അറിയിക്കുക. ഗസയിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ സഹോദരന്റെയും പ്രതീക്ഷ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ദുനിയാവിന് മരിച്ചു വീണാലും നാളെ പരലോകത്ത് കാൽപാദങ്ങൾ ഉറച്ചു നിർത്തപ്പെടുന്ന പതറാത്ത ഒരു സമൂഹമായ അല്ലാഹുവിന്റെ സന്നിധിയിലെത്തി അവരുടെ എല്ലാ പാപങ്ങളും ഒന്ന് പുറത്തു കൊടുത്ത് അവരെ സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിപ്പിക്കുന്ന ആ അനുഗ്രഹീതമായ രംഗമുണ്ട്. ആ അനുഗ്രഹീതമായ രംഗം ഇപ്പോൾ പകൽ എത്രമാത്രം യാഥാർത്ഥ്യമാണോ അതുപോലെ യാഥാർത്ഥ്യമാണ് സഹോദരന്മാരെ, സഹോദരികളെ, അതുപോലെ യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള പോരാട്ടമാണ് അവർ നടത്തുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പട്ടിണി കിടന്ന് മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന, യുദ്ധക്കെടുതികൾക്ക് വിധേയമായി കൈകാലുകൾ നഷ്ടപ്പെട്ട, ആശുപത്രികൾ പോലും ഇല്ലാതെ, ചികിത്സ പോലും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെ നാട്ടിൽ നിന്നും, സ്വന്തം ജനിച്ച വീട്ടിൽ നിന്നും, നാട്ടിൽ നിന്നും ഒരു വാഹനം പോലും ലഭിക്കാതെ നാഴികകളോളം കാൽനടയായി യാത്ര ചെയ്ത് അങ്ങനെ ആട്ടിയോടിക്കപ്പെടുന്ന അവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ, അല്ലാഹു അവർക്ക് സ്ഥൈര്യം നൽകുമാറാവട്ടെ, അല്ലാഹു അവർക്ക് വിജയം നൽകുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളായി കഴിയാൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയും സ്വയം ഉൾക്കൊള്ളുകയുമാണ്. അല്ലാഹു അതിന് നമുക്കൊക്കെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഈ സന്ദർഭത്തിൽ പ്രധാനമായും ചെയ്യേണ്ടത് ആത്മാർത്ഥമായ വിശ്വാസം കൈമുതലാക്കുക, ആരാധനകളിൽ ശുഷ്കാന്തി പുലർത്തുക, നമസ്കാരമൊക്കെ വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ആ നമസ്കാര ശേഷം അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. പരമാവധി കഴിയുന്നവരൊക്കെ പ്രിയപ്പെട്ടവരെ പതിരാവിന്റെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക, വിത്ർ നമസ്കരിക്കുക. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മുടെ പിഞ്ചുമക്കൾ അവിടെ കിടന്നുറങ്ങാതെ പട്ടിണി കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന ബോധത്തോട് കണ്ണീരൊഴുക്കി അള്ളാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തുക, അള്ളാഹുവോട് കരഞ്ഞു പറയുക. അതാണ് നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹുവിനോട് കരഞ്ഞു പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ സഹോദരങ്ങളാണ് അവർ. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം, പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും അനുകമ്പയിലും വിശ്വാസികൾ മസലുൽ ജസദ്, ഒരു ശരീരം പോലെയാണ്, ഒരു ശരീരം പോലെയാണ്. ഏതെങ്കിലും ഒരു ശരീരത്തിന് ഒരു മുറി വന്നാൽ, കാലൊന്ന് വെച്ചു കുത്തിയാൽ, കൈക്കൊരു ചെറിയ പ്രശ്നം വന്നായാൽ, പിന്നീട് അന്ന് രാത്രിയിൽ നമുക്ക് പനിച്ച് ഉറക്കമൊഴിച്ച് നമ്മളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് പോലെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഈ ഒരൊറ്റ ശരീരത്തിന്റെ ഒരു ഭാഗമായ കൈയായ, കാലായ, കണ്ണായ നമ്മുടെ ഫലസ്തീനിലെ ഗസയിലെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസകരമായ അവസ്ഥക്ക് കണ്ണീരൊഴുക്കുവാൻ, ഉറക്കമൊഴിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവോട് ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസകരമായ, അപമാനകരമായ അവസ്ഥാവിശേഷത്തിൽ നിന്നും ആ നാട്ടിനെയും നമ്മെയും എല്ലാവരെയും രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിലും പ്രയാസകരമായ അവസ്ഥാവിശേഷങ്ങളുണ്ട്. ഒരുപാട് വാർത്തകൾ, അസ്സാം പോലെയുള്ള സംസ്ഥാനത്ത് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ ആട്ടിയോടിക്കപ്പെടുന്ന ഭയാനകമായ അവസ്ഥ. ഇതങ്ങ് ഫലസ്തീനിലല്ലേ എന്ന് വിചാരിച്ച ആരും സമാധാനിക്കേണ്ട. നാളെ പിറ്റേന്ന് നമുക്കും വരുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
പൗരത്വം പോലും നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായി ആസാമിന്റെ തെരുവോരങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ വലഞ്ഞു നറിയ കഴിയുന്ന ഒരു സഹോദര ഒരു സമൂഹം അവിടെയുണ്ട്. ഈ ഇല്ലാത്തവരെ അവരെ തടവറയിൽ പാർപ്പിച്ചുകൊണ്ട് അവരെ കടുത്ത പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭയാനകമായ അവസ്ഥ നമ്മുടെ നാട്ടിൽ പോലുമുണ്ട്. നമ്മുടെ പൗരത്വം നിഷേധിക്കുവാനുള്ള ഇടൻ അജണ്ടയുമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പോലും തള്ളപ്പെടുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് ആ ഹിഡൻ അജണ്ടയിലൂടെ അവർ നടപ്പിലാക്കുന്നതെന്ന് അറിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തും സമാധാനവും ശാന്തിയും നൽകുമാറാവട്ടെ. ആത്മാഭിമാനത്തോടു കൂടി ഈ രാജ്യത്ത് ജീവിച്ചു മരിക്കാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പാവങ്ങൾ നമ്മോട് വന്ന് ചെയ്തു പോയിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അബദ്ധവശാലും സന്ദർഭവശാലും മനഃപൂർവ്വമായും ഒക്കെ വന്നു പോയിട്ടുണ്ട്. അള്ളാഹുവേ, അതൊക്കെയും നിന്റെ മഹത്തായ കാരുണ്യത്താൽ പുറത്തു തരണേ അള്ളാഹ്. മാഫാക്കി തരണേ അള്ളാഹ്. ആ പാപത്തിന്റെ പ്രയാസകരമായ അവസ്ഥകൾ നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണമേ അള്ളാഹ്. നിന്റെ കാരുണ്യം പെയ്തിറങ്ങണമേ അള്ളാഹ്. അള്ളാഹുവേ, നിന്റെ മഹത്തായ കാരുണ്യത്താൽ ഞങ്ങൾ എല്ലാവരെയും കാക്കണമേ അള്ളാഹ്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇന്നും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് സഹോദരന്മാർ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിലെ മക്കൾക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാവട്ടെ. വിജയവും സ്വസ്ഥതയും സ്വൈരവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഭിക്ഷതയും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر إخواننا المظلومين على أرض فلسطين. اللهم انصر إخواننا المظلومين على أرض فلسطين. اللهم انصر إخواننا المظلومين على أرض فلسطين. اللهم حرر المسجد الأقصى من اليهود العاصبين. اللهم انصر إخواننا المرابطين على أرض فلسطين. اللهم شد أزرهم وسدد رميهم برحمتك يا أرحم الراحمين. اللهم الطف بإخواننا في كل مكان يذكر في اسمك يا أرحم الراحمين. استنصروك يا الله فانصرهم. اللهم ارحم الضعفاء والفقراء والمساكين والأيتام والنازحين والمشردين والأسرى يا أرحم الراحمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم اجعل هذا البلدة آمنا مطمئنا وسائر بلاد المسلمين. اللهم اصلح أحوال المسلمين في كل مكان. اللهم اصلح حال إخواننا وأهلنا في فلسطين. اللهم آمن رواتهم. اللهم هدم دماءهم. اللهم اشف مرضاهم. اللهم تقبل شهداءهم. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انتصر لهم من اليهود والمحتلين العاصبين. اللهم كن لهم معينا ونصيرا ومؤيدا وظهيرا. اللهم طهر المسجد الأقصى. اللهم طهر المسجد الأقصى من اليهود المحتلين العاصبين. اللهم احفظ المسجد الأقصى. اللهم اجعله صامخا عزيزا إلى يوم القيامة بفضلك وجودك وكرمك يا أرحم الراحمين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم ربنا تقبل منا. اللهم ربنا تقبل منا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.